ഞങ്ങളുടെ അടുത്ത ഇര മുംബൈ ഇന്ത്യൻസ് രണ്ട് കളി തോറ്റെന്ന് വിചാരിച്ചിട്ട് ആന മെലിഞ്ഞാലും തോറ്റ് കെട്ടൂല. ഇങ്ങനെ 5 കപ്പും 0 കപ്പുള്ളങ്ങളും തമ്മിൽ ഒരു കമ്പാരിസൺ ഇല്ല. നിങ്ങൾ എത്ര കളി ജയിച്ചു? അല്ല, ഞങ്ങൾ എത്ര കളി തോറ്റോ? ഒറ്റൊന്നുമില്ല. നിങ്ങൾക്ക് ഫുൾ പോയിന്റ് ഇല്ലല്ലോ. അത് മഴ ചെയ്തോണ്ടല്ലേ, മഴ ചെയ്തോണ്ട് പോയിന്റ് ഇല്ലല്ലോ. അല്ലെങ്കിൽ ഞങ്ങൾ പോയിന്റ് എടുത്തിരുന്നു. ഞങ്ങൾ എന്ന് പറഞ്ഞാലുണ്ടല്ലോ അടിപൊളി ടീമാണ്. എന്ത് ഭാഗ്യം, സൂപ്പർ ടീം അല്ലേ. ഇപ്പൊ ആ സൂപ്പർ കനോലി നിങ്ങൾ ഒരു കളി കളിച്ചപ്പോ നാളെ തല്ലി വെച്ചു, നാളെ പിന്നെ ഒരു കളിയിലും പോകാൻ പറ്റില്ലല്ലോ. അത് നിങ്ങളെ മിസ്റ്റേക്ക് ആണ് കേട്ടാ. ഞങ്ങളെ ടീമിനെ കുറിച്ചുള്ള ധാരണകൾ നിങ്ങൾ ഫുള്ള് തെറ്റാണ്. നിങ്ങളുടെ ടീം എന്താ അത് ആദ്യം തന്നെ നിങ്ങൾക്ക് ഡിഫൻസ് ആവുന്ന വിചാരിച്ചാൽ ഞങ്ങളുടെ ടീമിനെ കുറിച്ച് പറയും. നിങ്ങളുടെ ടീമിന്റെ അവസ്ഥ എന്താ? പേപ്പറിൽ വലിയ പുലികളാണ്, ഗ്രൗണ്ടിൽ 5 പൈസക്കല്ലേ. എലീനെ പറഞ്ഞാൽ എലീനെ മോശമാവും, അത്രയും മോശം ഞങ്ങളുടെ ടീം. എന്തൊക്കെയാണ് തോൽവി കണ്ടുകാണ്ട് എളുപ്പം പരിക്കണാണ് മുങ്ങിയ ഒരു മനുഷ്യൻ. ഒരു മനുഷ്യന് പരിക്ക് പറ്റുമ്പോൾ ഇങ്ങനെ കളിക്കുന്നത് ശരിയല്ല. മൂപ്പർക്ക് പരിക്കാണ്, അതുകൊണ്ടാണ് പരിക്കുണ്ടായിട്ട് മൂപ്പർ അവിടെ ഇറങ്ങി. പിന്നെ ഒരു വിക്കറ്റ് ഇട്ടുമ്പോത്തിന് വെറുതെ ഓവർ ആക്ട് ചെയ്യേണ്ട ഒരു ക്യാപ്റ്റൻ. എന്ത് കാര്യമുണ്ട്? ഒരു കാര്യം ഓവർ ആക്ടിങ് അല്ലാതെ വേറെ ഒന്നുമില്ല ടീമിൽ എന്ന് പറഞ്ഞാൽ. ആ ഗ്രൗണ്ടിൽ ഒരു കാര്യം നടക്കണില്ല, വെറുതെ ഇങ്ങനെ തള്ളി പിടിച്ച് നിൽക്കുക. പണ്ടത്തെ 5 കപ്പിന്റെയും 5 കപ്പിന്റെ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. നിലവിലെ സീസണിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ടേ? ഒരു കോപ്പും ചെയ്യണില്ല. കളി ചെയ്യും. ഫസ്റ്റ് കളിയാണ് ജയിച്ചപ്പോത്തിന് പറയണേ ജയിച്ചു തുടങ്ങി, ഇനി ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ടാക്കും, അതാക്കും ഇതാക്കും, ഫുള്ള് ചരിത്രം തിരുത്തി അങ്ങൊക്കെ പറഞ്ഞാണ് വെറുതെ തള്ളി പറയുന്നേ. അതിലൊന്നും ഒരു കാര്യമില്ല. ഞങ്ങളെ ഈ സന്തോഷത്തിലൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ നമ്മൾ എത്ര ഞങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ 5 കളി തോറ്റിട്ട് കപ്പെടുത്തിക്കണം. അറിയാം എനിക്ക്. ഇനിയിപ്പോ 5 കണക്കാക്കാൻ നിൽക്കായിരിക്കും. ഇപ്പൊ എത്ര വെച്ച് 5 അപ്പൊ ഈ കളിയിൽ നിങ്ങൾ തോൽക്കാൻ വിചാരിച്ചില്ല. ഈ കളിയിൽ ഇന്നത്തോട് നിങ്ങളെ ഈ കുതിപ്പും കുന്തളിപ്പൊക്കെ തീർക്കും. അതിന് ഒരുങ്ങിയാണ് വരുന്നത്. ഞങ്ങളെ ഓപ്പണിങ് മുതല് എത്രാമത് ലാസ്റ്റ് വരെ ബാറ്റിംഗ് ആണ്. ഞങ്ങളിപ്പോ അത്ര മോശക്കാരൊന്നും അല്ല. ഏതായാലും ബാറ്റിങ്ങില് 2 കളി മോശമായി ഈ പറച്ചില്. ഞങ്ങളെ ഇപ്പൊ റിക്കിൾട്ടൺ ഫോം അല്ലെങ്കിൽ വേണമെങ്കിൽ ക്യൂഡിക്കാൻ ഇറക്കിക്കോളാം. പിന്നെ ഹിറ്റ്മാന്റെ ഫിറ്റ്നസിൽ ഒരു ചെറിയ സംശയമുണ്ട് ഹിറ്റ്മാന്റെ കാര്യത്തില്. ബാക്കി ഇപ്പൊ സൂര്യകുമാർ യാദവും സൂര്യകുമാർക്ക് വെറുതെ തന്നെയാണ്. ക്ലോക്കിലെ സൂചി കറങ്ങേണ്ടവര് വെറുതെ കറങ്ങുന്നല്ലാതെ വേറെ ഒന്നും നടക്കണമെന്നില്ല. വെറുതെ നടക്കുന്ന അതിന് മാത്രമുള്ള ഒരു ബോളിംഗ് ഒന്നും ഇപ്പൊ നിങ്ങൾക്ക് ഇല്ലല്ലോ. നിങ്ങളിങ്ങനെ പറയണമെന്നല്ലാതെ അതിന് മാത്രം ഒന്നും ഇല്ല. 2 കളി ജയിച്ചോണ്ട് എറിയില്ലല്ലോ. എറിനോരെ പറയും പേര് മാറിയതല്ല, സൂപ്പർ കനോലി. ഞങ്ങളെ ക്യാപ്റ്റൻ അയ്യർ ദി ഗ്രേറ്റ്, യാൻസണ്, ഞാരങ്ങൾക്ക് വേണ്ടിയത് എല്ലാരും ഉണ്ട്. അവസാനം വരെ ബാറ്റിംഗ് ആണ്. ഇവിടെ പറയാനിപ്പോ മോശക്കാരൊന്നും ഇല്ല. ഇപ്പൊ സാനർ വരാണ്ട് അതിന്റെ പിന്നാലെ ഓരോരുത്തർ ഇപ്പൊ കഴിഞ്ഞ കളിയിൽ നിങ്ങൾ കണ്ടില്ലേ, ഞങ്ങളെ ബാറ്റിംഗ് നിങ്ങളെങ്ങനെ ഔട്ടാക്കുക? ചെക്ക അടിച്ചു പരത്തി വിട്ടല്ലേ, അതോടുകൂടി പറഞ്ഞു വരണ്ട. വിക്കറ്റ് എടുത്ത് സൂപ്പർ റൺ കൊടുക്കണില്ലല്ലോ. കഴിഞ്ഞ കളിയിൽ എല്ലാവരും 10-20 ബോളറല്ലേ എന്നുള്ള ആ തള്ളിച്ചമ്മല് പേടിച്ച് ആ പേടിയൊന്നും ഞങ്ങൾക്ക് ഉണ്ടാവില്ല. തള്ളിച്ചന്റെ ബാക്കി ഞങ്ങളെ ക്യാപ്റ്റനൊക്കെ എന്ത് ബാറ്റിംഗ് ആണ്. ഇന്ത്യൻ ടീം എന്ന് കഴിഞ്ഞാലേ മൂപ്പരുടെ ഫോം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ സൂപ്പർ ഫോമിലാണ്. നിങ്ങൾ എങ്ങനെ പറഞ്ഞോണ്ട് ഞങ്ങൾക്ക് പക്ഷേ ഒന്നുമില്ല. അല്ല അതുകൊണ്ടല്ല, ഞങ്ങളെ ടീം എന്ന് പറഞ്ഞാല് വലിയ വർത്താനൊന്നും പറയില്ല. ഗ്രൗണ്ടിൽ ഇപ്പൊ ഞങ്ങളെ പ്ലാൻ എന്താ വെച്ചാല് മുണ്ടാതിരിക്കും, ഗ്രൗണ്ട് കാണിച്ചു തരും. അപ്പൊ ഒന്നാണ്ട് ഗ്രൗണ്ടിലേക്ക് വരും.